അച്ഛൻ മരിക്കുമ്പം ശ്രീചേട്ടൻ ചെന്നൈയിലല്ലേ? അതെ അല്ലേ? അതെ. അതിന് അച്ഛൻ മരിക്കുന്ന ദിവസം ഞാൻ പിന്നെ അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു. അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പിന്നെ ഈ ഇങ്ങനെയുള്ള ഈ തകർച്ചയിൽ നിന്നുള്ള ഹാർട്ടിൻ്റെ തകർച്ചകൊണ്ടാണ് അച്ഛൻ മരിച്ചത്. അച്ഛന് പിന്നെ ഒരിക്കലും നേരം വേണം ഒരു ദിവസം പോലും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ അത്യാവശ്യം ചില സിനിമകളൊക്കെ കൊണ്ട് പതുക്കെ ഞാൻ കരകയറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അച്ഛന് ഒന്നും ചെയ്യാൻ ഒന്നും പറ്റാവുന്ന രീതിയിൽ എനിക്ക് പൈസ ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. എന്നിട്ട് അച്ഛനെ കാണാൻ അവിടെ നിന്ന് വരാൻ നേരത്ത് പൈസ ഇല്ലാതെ ശ്രീനിച്ചേട്ടൻ ബുദ്ധിമുട്ടിയില്ലേ? അതെ. അപ്പോൾ പൈസ ഒന്ന് സഹായിച്ചാരാ? അത് പിന്നെ അന്ന് അവിടെ നിന്ന് വണ്ടിക്കൂലിക്ക് മമ്മൂട്ടി തന്നൊരു കഥ പറഞ്ഞില്ലായിരുന്നോ? അത് പിന്നെ എന്നുവെച്ചാൽ വീടില്ലല്ലോ. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പിന്നെ അച്ഛനും അമ്മയും ആൾക്കാരൊക്കെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ താമസിക്കാം. അപ്പോൾ ഞാൻ തലശ്ശേരി റൂമെടുത്ത് ലോഡ്ജിൽ റൂമെടുത്ത് അവിടെ താമസിച്ചിട്ട് അവരെ കാണാൻ പോയത്. അതിനൊക്കെ വേണ്ടിയിട്ട് 500 രൂപ മമ്മൂട്ടി തന്നിട്ട് ഞാൻ പോയത്. മമ്മൂട്ടി 500 രൂപ വന്നു? അതെ. ചെന്നൈയിൽ വെച്ചാണ് വരുന്നത്? അതെ. ആ പൈസക്കാണ് ഇങ്ങോട്ട് വന്ന് കാണണമൊക്കെ അല്ലേ? ഈ മമ്മൂട്ടി പിന്നെ സഹായിച്ച കല്യാണത്തിന് താലി മേടിക്കാൻ അല്ലേ? അല്ലേ? മമ്മൂട്ടി അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളായിട്ട് നല്ല കൂട്ടമാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കുണ്ടാവുമെങ്കിലും എപ്പോഴും അത് സൗഹൃദം ഉള്ളതുകൊണ്ടല്ലേ? സ്നേഹം ഉള്ളതുകൊണ്ടായിരിക്കും. അത് പലപ്പോഴും പറയാൻ പറ്റില്ല. ഞാൻ പറയാം, ഒരു കാര്യം ഞാൻ പറയാം. കുറച്ച് പൈസ പുള്ളിയെടുത്ത് വാങ്ങിയതിന് എത്ര പൈസ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാത്തിനും എനിക്ക് കണക്കുണ്ടായിരുന്നു. ഞാൻ ചെന്നൈ താമസിക്കും, പുള്ളിയും ചെന്നൈയിലാണ്. അപ്പോൾ ഒരു ദിവസം ചെന്നൈയിലുള്ള പുള്ളിയുടെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കുറേ പൈസ തരാനുണ്ട്, ഇപ്പം എൻ്റെ അടുത്ത് ആ പൈസ തരാനുള്ള വകുപ്പുണ്ട്, ഞാൻ തരട്ടെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞത്, അതിപ്പോൾ വേണ്ട, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ 1-2 പ്രാവശ്യം ഞാനിങ്ങനെ ചോദിച്ചു. അപ്പം പുള്ളി എന്തായാലും വാങ്ങില്ല. അങ്ങനെ പുള്ളിയുടെ മൂത്ത മോളുടെ കല്യാണം വന്നു, സൂറിമിയുടെ കല്യാണം. അപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കല്യാണത്തിൻ്റെ തലേ ദിവസം നിന്ന് സ്വർണം വാങ്ങിച്ചു, സ്വർണ്ണ കോയിൻ വാങ്ങിച്ചിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിയും വിളിച്ച് മോളെ വിളിച്ച് സമ്മാനമായിട്ട് അവളുടെ കൈ കൊടുത്തു, എൻ്റെ സമാധാനത്തിന് വേണ്ടി. അപ്പം എനിക്ക് സമാധാനമായി. ഈ സിനിമകളൊക്കെ എഴുതുന്ന, എനിക്ക് തോന്നുന്നു ശ്രീചേട്ടൻ സിനിമകളൊക്കെ എഴുതുന്ന ഓരോ സീനൊക്കെ എഴുതിയിട്ട് പിറ്റേന്ന് ഷൂട്ടിന് പോകണം, അങ്ങനെ കാലഘട്ടമായിരുന്നല്ലോ അന്ന്. അന്നത്തെ കാലഘട്ടം. നാളത്തേക്കുള്ളത് ഇന്ന് എഴുതി അങ്ങ് കൊണ്ടുപോവാണ് അല്ല, അങ്ങനെയായിരുന്നല്ലോ. ഈ പാവം രാജകുമാരൻ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് ഒരു പ്രണയമൊക്കെ ആയിട്ട് ശ്രീചേട്ടൻ്റെ മീശയൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ കളിയാക്കുന്ന സിനിമ. ആ സിനിമ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അത് യഥാർത്ഥത്തിൽ ഞാൻ മട്ടന്നൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കുന്ന, നമ്മുടെ കോളേജ് ടീം, പിന്നെ ഒരു ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു. ആ ഫുട്ബോൾ ടീമിൽ 5 കൊല്ലം ഞാൻ ഒരു പ്ലെയറായിരുന്നു. ഓ, ഫുട്ബോൾ കളിക്കുമായിരുന്നു അല്ലേ? അതെ. അപ്പോൾ എൻ്റെ കൂടെ കളിച്ചിരുന്ന രാജൻ എന്ന് പറയുന്ന, അവൻ ഫുട്ബോൾ കളിക്കുന്നത് മാത്രമല്ല കാണാൻ നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ. രാജൻ. ആ രാജൻ്റെ ഒരു ചില കാര്യങ്ങൾ, രാജൻ്റെ ചില സുഹൃത്തുക്കൾ എൻ്റെ പരിചയക്കാരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് തോന്നിയ ചില തമാശകളാണ് ആ കഥ. പാവം രാജകുമാരൻ എന്നുവെച്ചാൽ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ രാജനിങ്ങനെ പതുക്കെ ലൈനിടാൻ ശ്രമിക്കുന്നതായിട്ട് അവൻ മനസ്സിലാക്കി. അങ്ങനെ ആ പെൺകുട്ടിയുടെ അയക്കുന്ന ഒരു കത്ത് പിന്നെ രാജന് ഒരു ദിവസം കിട്ടുകയാണ്. അവിടുന്ന് അത് തുടങ്ങുന്നത്. അപ്പോൾ ആ കത്തിൻ്റെ അകത്ത് കുറേ സേഫ്റ്റി ഇടപെടലുകളുണ്ട്.
പിന്നെ എന്നെ പുറത്ത് വെച്ചിട്ട് എന്നോട് മിണ്ടരുത്, എൻ്റെ ക്ലാസ്സിൽ വരരുത്, ഇതൊക്കെയാണ്. കാരണം നേരിട്ട് സംസാരിച്ചാലും വിളിച്ചതായി പോകുന്നത്. അങ്ങനെയാകുമ്പോൾ അവൾ യഥാർത്ഥ പ്രേമം അല്ലാതെ അവൾ പറയുന്ന മറ്റ് പല കാര്യങ്ങളും ഇയാൾ കണ്ട് അനുസരിപ്പിക്കുന്ന പരിപാടി മാത്രം. അങ്ങനെ പല കത്തുകളും പിൽക്കാലത്ത് ഞാനാ പോസ്റ്റ് ചെയ്തിട്ടില്ല. പോസ്റ്റ് ചെയ്തേക്കണം? അതെ, രാജന്റെ പേരിൽ, ആ പെണ്ണിന്റെ പേരിൽ. അപ്പോൾ ഈ ഞാൻ രാവിലെ കോളേജിൽ താഴെ ഒരു പോസ്റ്റ് ഓഫീസുണ്ട്. താഴെ എന്ന് വെച്ചാൽ ഒരു ചെറിയ ടൗണുണ്ട്, മട്ടന്നൂർ. ആ ടൗണിൽ പിന്നെ ഒരു കുന്ന് കയറിയിട്ട് കോളേജിൽ പോകണം. താഴെയാണ് പോസ്റ്റ് ഓഫീസ്. ആ പോസ്റ്റ് ഓഫീസിൽ ഈ കത്തിട്ട് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും ഈ കത്ത് അവിടുത്തെ കോളേജിലെ ലെറ്റർ ബോക്സിൽ ഇങ്ങനെ ഇടും. നമുക്കൊക്കെ ആരെങ്കിലും കത്തയച്ചാൽ അവിടെ ഉണ്ടായി. അപ്പം ഞാനും രാജനും കൂടി ഫുട്ബോളുമായിട്ട് കോർട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ രാജൻ എന്നോട് പറഞ്ഞു, 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കത്തിങ്ങനെ കണ്ടിട്ട് വന്ന് തുറന്നൊക്കെ വന്ന് ഞെട്ടുന്നത് എന്നോട്, നീ പോയി ഞാൻ പിന്നെ വരാമെന്ന് കഴിക്കാൻ. അങ്ങനെ പോയതും എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ എനിക്കിത് എപ്പോഴെങ്കിലും ഇവനെ കളിപ്പിക്കുന്ന മോശമില്ലെന്ന് പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ ഇപ്പം എങ്ങനെ പ്രതികരിക്കുന്ന കുറേ കോലം കെട്ടിച്ച് ഇവനെ കൊണ്ട്. അതില്ല, അതൊക്കെ നമ്മളുണ്ടാക്കി. അതെ, അതുപോലത്തെ കുറേ വിദ്യാഭ്യാസങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവര് വില്ലന്മാരാ, ഭയങ്കര വില്ലന്മാരാ ഈ സുഹൃത്തുക്കൾ. അവരെന്തൊക്കെയോ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് അപ്പോൾ ഒരു ഘട്ടത്തിൽ കോളേജ് കഴിഞ്ഞു, പരീക്ഷ ഫൈനൽ എക്സാം കഴിഞ്ഞ് പിരിയുന്ന സമയത്ത് എനിക്കിങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ എന്നോട് പറയാതെ ഞാൻ പരീക്ഷ മതിയായിട്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പോലീസ് സ്റ്റേഷനുണ്ട്. അതിൻ്റെ മുമ്പിൽ വലിയൊരു കോർട്ടുണ്ട്. അവിടെ മുമ്പിൽ ഞാൻ ഇരിക്കുക, ഞാൻ രാജനും എന്തൊക്കെ സംസാരിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു രാജനോട് ഇത് പറഞ്ഞേക്കാം, ഇങ്ങനെ എന്നെ അറിയാതെ ആ പെൺകുട്ടി പിന്നെ അടുപ്പം വല്ലതും ശരിക്കും ഉണ്ടായിരുന്നൊന്നും അറിയില്ല. ഇന്ന് വരെ രാജനെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. ഇല്ല, ഇന്ന് വരെ രാജനെ കണ്ടില്ല. അന്ന് ഞാൻ രാജനോട് ഇത് പറഞ്ഞാലോ എന്നിങ്ങനെ ആലോചിച്ച അവസാനം എനിക്ക് പേടിയായി. പെട്ടെന്ന് പറഞ്ഞു എന്നെ കയറി അടിക്കുമെന്ന് ഇപ്പോൾ ഞാൻ പേടിച്ചു.